ഹായ്. നമ്മുടെ അടുക്കളയിലെ ചില സാധനങ്ങളുണ്ടല്ലോ, പരിച്ഛേദം തീർക്കാൻ പാടില്ല. അത് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് മേടിച്ച് വയ്ക്കണം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാലുണ്ടല്ലോ, അരിയില്ലേ, അരി നമ്മൾ ഒരിക്കലും പാത്രം കാലിയാക്കി എടുക്കരുത്. ഒരു ചക്കലും അതിൻ്റെ അകത്ത് ഇട്ടേക്കണം. പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ പിടിയരി വിട്ട് വെക്കുമായിരുന്നല്ലോ. അപ്പോൾ ആ പിടിയരി എടുത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പേ വേറെ അരി മേടിക്കും. അതുപോലെ തന്നെ മഞ്ഞളും ഉപ്പും, ഇത് രണ്ടും പാത്രം കാലിയാകാൻ പാടില്ല. നമ്മൾ അടുക്കളയിലെ ഐശ്വര്യങ്ങളെല്ലാം പോകും. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഇപ്പം ചോറൊക്കെ മിച്ചം വന്നാലേ എല്ലാവരും എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചോന്നേ എല്ലാവരും. എന്നാലും ഒരു 5-6 പറ്റുണ്ടല്ലോ, ഒരു പാത്രത്തിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങ് മൂടി വെച്ചേക്കണം. എന്നിട്ട് വേണം നമ്മൾ അടുക്കളയെല്ലാം വൃത്തിയാക്കി പെറക്കിയിട്ട് വേണം പോയി കിടക്കാനായി. അതെന്നാന്ന് ചോദിച്ചാലേ, നമ്മുടെ അടുക്കളയിൽ നമ്മളെല്ലാം പോയി കഴിയുമ്പോഴത്തേനും ഒരൈശ്വര്യം ഉണ്ടാകും. ആ ഐശ്വര്യം വന്ന് നോക്കും. നമ്മുടെ അടുക്കളയിൽ കഞ്ഞിയുണ്ടോ വെള്ളമുണ്ടോ ഒന്നുമില്ലെന്ന് കണ്ടു കഴിയുമ്പോൾ നിരാശപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. അപ്പം നമ്മുടെ അടുക്കളയ്ക്ക് പിന്നെ ഒരു ഐശ്വര്യം ഉണ്ടാകില്ല, സന്തോഷം ഉണ്ടാകില്ല. അപ്പോൾ ഈ 2 പറ്റ് ചോറ് വെള്ളം ഒഴിച്ചിടാൻ ആരും മറക്കല്ലോട്ടോ. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ടാറ്റാ.